ഭരണനിർവഹണത്തിലെ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങി പൊതുജന വിചാരണ ഏറ്റുവാങ്ങുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറിയതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. UDF മട്ടന്നൂർ മണ്ഡലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതു വകുപ്പ് പരിശോധിച്ചാലും അഴിമതിയും ധൂർത്തുമാണ്. വാചക കസർത്തല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. സർവ്വമേഖലയിലും പരാജയപ്പെട്ട പിണറായി സർക്കാർ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ടി വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA, EP ഷംസുദ്ദീൻ, ഇല്ലിക്കൽ അഗസ്റ്റി, അഡ്വക്കേറ്റ് KA ഫിലിപ്പ്, PT മാത്യു, അഡ്വക്കേറ്റ് മനോജ് കുമാർ, ചന്ദ്രൻ തില്ലങ്കേരി, മുഹമ്മദ് ബ്ലാത്തൂർ, KC മുഹമ്മദ് ഫൈസൽ, VR ഭാസ്കരൻ, KK കുഞ്ഞഹമ്മദ് മാസ്റ്റർ, PK കുട്യാലി, മുസ്തഫ ചുരിയോട്ട്, M സതീഷ് കുമാർ, V മോഹനൻ, VN മുഹമ്മദ്, NC സുമോദ്, KV ജയചന്ദ്രൻ, സുരേഷ് മാവില എന്നിവർ സംസാരിച്ചു. പെരുവ കോളനിയിലെ ശാന്ത, കീഴല്ലൂരിലെ KP വിനോദൻ, +2 വിദ്യാർത്ഥി കാർത്തിക്, പെരുവ കോളനിയിലെ ഉപ്പാട്ടി, മണ്ണൂരിലെ രവീന്ദ്രൻ മാസ്റ്റർ, തില്ലങ്കേരി പലോറ പാടശേഖര സമിതി സെക്രട്ടറി എന്നിവർ വിവിധ വിഷയങ്ങളിലെ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. മഹാമാരിയുടെ കാലത്ത് ഇലക്ഷന് മുമ്പ് കിട്ടിയ സാധനം മറ്റേ കിറ്റ് അതിന്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. സപ്ലൈകോയ്ക്ക് 4000 കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത്. അതിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇനി വൈദ്യുതി ബോർഡ് നല്ല സാധനം. കഴിഞ്ഞ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി, ഈ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി. മന്ത്രി എന്താ പറഞ്ഞത്? അടുത്ത വർഷവും കൂട്ടും ഇല്ലേ? 6 മാസം കൂടുമ്പോ കൂട്ടേണ്ട ഒരു സ്ഥിതി എന്തെന്നറിയോ? നിങ്ങൾ അറിയണം, കേൾക്കണം ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാന്ന് എനിക്കറിയില്ല. ഒരു യൂണിറ്റിന് 20 പൈസ വൈദ്യുതി കുറച്ചു വന്നു. അതുവരെയുള്ള കടങ്ങളൊക്കെ ഒന്ന് കുറച്ചു. ഇനി കേട്ടോ ഞാൻ പറയുന്നത്, 1957 മുതൽ 2016 വരെയുള്ള LCT ബോർഡിന്റെ ആകെ കടം 1083 കോടി രൂപ. ഈ 7 കൊല്ലം കൊണ്ട് ഞങ്ങൾ വരുത്തിവെച്ച കടം എത്രയാണെന്നറിയാമോ? പിണറായി സർക്കാർ 40,000 കോടി. അത്രേ പറ്റുള്ളൂ, 40,000 കോടി. അതുകൊണ്ടാണ് എല്ലാ വർഷവും വൈദ്യുതി ചാർജ് കൂട്ടുന്നത്. അഴിമതി. അടുത്തത് KFO. എല്ലാവരുടെയും വീട്ടിൽ ഇന്റർനെറ്റ് കിട്ടും. കിട്ടിയോ എവിടെയെങ്കിലും? കിട്ടും, മിക്കവാറും കിട്ടും. പക്ഷെ കാശ് മുഴുവൻ പോയി. കാശ് മുഴുവൻ കരാറുകാർ കൊണ്ടുപോയി. അവിടെ നോക്കിയപ്പോഴും അവസാനത്തെ കരാറുകാരനാരാ? മോഹൻമാരിയച്ചൻ. ഒരു കാര്യമുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് ആർക്കൊന്നും കൊടുക്കില്ല, എല്ലാം വീട്ടിൽ തന്നെ. ഞാൻ പറയും, കേരളത്തിൽ എവിടെ അഴിമതി നടന്നാലും ഒരു പെട്ടിയിൽ വന്ന് വീഴും. എവിടെ അഴിമതി നടന്നാലും, ഊരാളുകൾ നടത്തിയാലും മറ്റോ നടത്തിയാലും ഒരു പെട്ടിയിൽ വന്ന് വീഴും. ഞാൻ ആ പെട്ടിയെ വിളിക്കുന്നത് മാജിക് ബോക്സ് അല്ലേ. മജീഷ്യന്മാരുടെ കയ്യിൽ പോലും ഈ ബോക്സ് ഇല്ല. എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് ആ പെട്ടി വെച്ചിരിക്കുന്നത്.